നമസ്കാരം. ദേവസൈന്യയിലേക്ക് സ്വാഗതം. ശ്രീ മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളിൽ 8ാമത്തെ അവതാരമായാണ് ബലരാമനെ കണക്കാക്കുന്നത്. എന്നാൽ ചില പുരാണങ്ങളിൽ ഭഗവാന്റെ ശയ്യയായ അനന്തൻ്റെ അവതാരമായി ബലരാമനെ വിശേഷിപ്പിക്കുന്നു. ശ്രീകൃഷ്ണന്റെ ജ്യേഷ്ഠനായ ബലരാമൻ ശക്തിയുടെയും കാർഷിക സംസ്കാരത്തിൻ്റെയും ആത്മീയമായ പിൻബലത്തിൻ്റെ പ്രതീകമാണ്. മധുരയിലെ രാജാവായ കംസന്റെ തടവറയിൽ വസുദേവരുടെയും ദേവകിയുടെയും 7ാമത്തെ പുത്രനായിട്ടാണ് ബലരാമൻ ഭ്രൂണരൂപത്തിൽ അവതരിച്ചത്. എന്നാൽ കംസൻ വധിക്കാതിരിക്കാൻ ഭഗവാന്റെ മായാശക്തിയാൽ ഈ ഭ്രൂണം വസുദേവരുടെ മറ്റൊരു ഭാര്യയായ രോഹിണിയുടെ ഗർഭപാത്രത്തിലേക്ക് മാറ്റപ്പെട്ടു. അമ്പാടിയിലെ നന്ദഗോപരുടെ ഭവനത്തിലാണ് ബലരാമൻ വളർന്നത്. അമിതമായ കരുത്തുള്ളവനായതുകൊണ്ട് ബലൻ എന്നും ഗർഭപാത്രത്തിൽ നിന്ന് മാറ്റപ്പെട്ടതുകൊണ്ട് സംഘർഷണൻ എന്നും അദ്ദേഹം അറിയപ്പെടുന്നു. വെളുത്ത നിറവും നീലവസ്ത്രവും ധരിച്ച ബലരാമൻ കയ്യിലെപ്പോഴും കലപ്പ കരുതിയിരുന്നു. അതിനാൽ ഹലായുധൻ എന്നും അദ്ദേഹത്തിന് പേരുണ്ട്. ശ്രീകൃഷ്ണന്റെ എല്ലാ ലീലകളിലും നിഴലുപോലെ കൂടെയുണ്ടായിരുന്ന ശക്തിയായിരുന്നു ബലരാമൻ. ഒരിക്കൽ തൻ്റെ ആജ്ഞ അനുസരിക്കാതിരുന്ന യമുനാ നദിയെ തൻ്റെ കലപ്പ കൊണ്ട് വലിച്ചിഴച്ച് വഴിമാറ്റിയ കഥ ബലരാമന്റെ കരുത്തിനെ സൂചിപ്പിക്കുന്നു. അദ്ദേഹം ഗദായുദ്ധത്തിൽ അദ്വിതീയനായിരുന്നു. ഭീമന്റെയും ദുര്യോധനന്റെയും ഗദായുധ ഗുരു ബലരാമനായിരുന്നു. ബലരാമൻ വെറുമൊരു പോരാളിയല്ല, മറിച്ച് ആഴത്തിലുള്ള ചില തത്വങ്ങളുടെ പ്രതിരൂപമാണ്. വിഷ്ണുവിൻ്റെ മറ്റ് അവതാരങ്ങൾ ആയുധമായി വില്ലോ വാളോ ഗദയോ ഏന്തുമ്പോൾ ബലരാമൻ ധരിക്കുന്നത് കലപ്പയാണ്. ഇത് കൃഷിയുടെയും അധ്വാനത്തിൻ്റെയും മഹത്വത്തെ കാണിക്കുന്നു. നാഗരികത വളരണമെങ്കിൽ മണ്ണ് ഒരുക്കണമെന്നും ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കണമെന്നും ബലരാമൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ബലരാമൻ ബലത്തിൻ്റെ പ്രതീകമാണ്. എന്നാൽ ആ ബലം ബുദ്ധിയില്ലാത്ത ഒന്നല്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ ജ്ഞാനമാണെങ്കിൽ ആ ജ്ഞാനത്തിന് പ്രവർത്തിക്കാനുള്ള ശക്തി നൽകുന്നത് ബലരാമനാണ്. ചിന്തയും പ്രവൃത്തിയും തമ്മിലുള്ള ബന്ധമാണിത്. കുരുക്ഷേത്ര യുദ്ധത്തിൽ ഒരു പക്ഷത്തും ചേരാതെ മാറി നിന്ന വ്യക്തിയാണ് ബലരാമൻ. തൻ്റെ ശിഷ്യന്മാരായ ഭീമനും ദുര്യോധനനും തമ്മിൽ പോരാടുന്നത് കാണാൻ ആഗ്രഹിക്കാത്ത അദ്ദേഹം തീർത്ഥയാത്രയ്ക്ക് പോവുകയാണ് ചെയ്തത്. ഇത് ലോകത്തിലെ സംഘർഷങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് ആത്മീയത തേടുന്ന ഒരു മനസ്സിൻ്റെ അവസ്ഥയെ സൂചിപ്പിക്കുന്നു. അനന്തൻ്റെ അവതാരമായതുകൊണ്ട് തന്നെ ഭഗവാനെ താങ്ങുന്നവനും സേവിക്കുന്നവനുമാണ് അദ്ദേഹം. രാമാവതാരത്തിൽ ലക്ഷ്മണനായി അനുജന്റെ സ്ഥാനത്ത് നിന്ന് സേവിച്ചു. കൃഷ്ണാവതാരത്തിൽ ജ്യേഷ്ഠനായി സംരക്ഷിച്ചു. വിനയത്തോടുകൂടെയുള്ള സേവനമാണ് ഏറ്റവും വലിയ ഭക്തിയെന്ന് ഇത് പഠിപ്പിച്ചു. ശ്രീകൃഷ്ണന്റെ വംശമായ യാദവ വംശം നശിച്ചപ്പോൾ ബലരാമൻ കടൽ തീരത്ത് ധ്യാനത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഒരു വലിയ വെളുത്ത സർപ്പം പുറത്തു വന്ന് സമുദ്രത്തിൽ ലയിച്ചു എന്നാണ് പുരാണം. ആദിശേഷൻ തൻ്റെ മൂലരൂപത്തിലേക്ക് മടങ്ങിയതിനെ ഇത് സൂചിപ്പിക്കുന്നു. ബലരാമൻ നമ്മെ പഠിപ്പിക്കുന്നത് ലളിതവും എന്നാൽ ശക്തവുമായ ഒരു സത്യമാണ്. അധ്വാനം ആയുധമാക്കുക, ധർമ്മത്തിന് പിൻബലമാവുക, പദവികളേക്കാൾ സേവനത്തിന് മുൻഗണന നൽകുക. നന്ദി, നമസ്കാരം.